ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ടിഫിന് കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ടും നേരത്തെ കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു ഇഡലി ദോശയുടെ. അതുകൊണ്ട് പഞ്ഞാരം പോലെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള അതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുത്തോ. ഇത് മൂന്നും ഞാനൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടൊന്ന് ചോപ്പ് ചെയ്യുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. കറിവേപ്പില ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അരിയുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അതുപോലെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോ. ഞാൻ ഒരെണ്ണേ എടുത്തുള്ളേ. അതെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് മാവിലോട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം ചായയൊക്കെ ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ഉണ്ണിയപ്പം ചട്ടിക്കകത്ത് ഇച്ചിരി ബ്രഷും കൊണ്ട് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇങ്ങനെ മാവ് ഓരോ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് അപ്പച്ചട്ടിയിലോട്ട് ഒന്ന് ഒഴിച്ച് നോക്കി എങ്ങനെ കിട്ടുമെന്നറിയാൻ. പക്ഷേ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയത് ചിലത് സോഫ്റ്റായിരുന്നു, ചിലത് അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റായിരുന്നു. ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചത് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചായയൊക്കെ റെഡിയായിരുന്നു. ഞാനും ചായ കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞി തിളപ്പിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ മീൻ കറി വെക്കാനായിട്ട് പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചൂടായിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് പുളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം തുണിയും കൂടെ കഴുകാനായിട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ പോയി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചതിന് ശേഷം വന്ന് മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അയല മീനായിരുന്നു, അതൊന്ന് വെട്ടി കഴുകിയെടുത്തിട്ട് ഇനി അതുകൂടെ ഒന്ന് കറി വെക്കണം. മീനെല്ലാം ഞാൻ വെട്ടി നന്നായി കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒന്ന് വഴന്ന് വന്നപ്പം അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പുളിവെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള അരപ്പ് ഇട്ട് ഉലുവാപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ടെങ്കിൽ മീൻ പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കട്ടെ. പഴവും ഏത്തപ്പഴവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നിട്ട് മീനോട് പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് 15-20 മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ നമ്മുടെ മീനൊക്കെ വറ്റി വരും. അപ്പോൾ ഇവിടെ ചപ്പാത്തിക്ക് ഒരാൾക്ക് ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഇച്ചിരി ഒന്ന് ലിക്വിഡ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതൊന്ന് സ്പൂണും കൊണ്ട് ഇളക്കി ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ഉരുളൻകിഴങ്ങ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് ഇതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് ഉരുളൻകിഴങ്ങിലധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ മീൻകറി വറ്റി വന്നാൽ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.